നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിഭാ സംഗമം കലയന്താനി സെന്റ് മേരീസ് ചർച്ച് പാരിഷ് ഹാളിൽ നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി കാവാലം അധ്യക്ഷത വഹിച്ചു. സിനിമാ താരം ചിപ്പി രഞ്ജിത്ത് പ്രതിഭാ സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സമ്മാനദാനവും നടത്തി. തൊടുപുഴ IMA ബ്ലഡ് ബാങ്കും ഫയർ ആൻഡ് റെസ്ക്യൂ സിവിൽ ഡിഫൻസും ചാഴികാട്ട് ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്കും സംയുക്തമായി ലോക രക്തദാന ദിനാചരണം നടത്തി. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ സുരക്ഷാ പരിശോധന വേഗത്തിൽ നടത്തണമെന്ന ആവശ്യം മുമ്പോട്ട് വെച്ച് കേരളം. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സന്ദർശനം നടത്തിയ ശേഷം ചേർന്ന മേൽനോട്ട സമിതി യോഗത്തിലാണ് കേരളം ഇക്കാര്യം ഉന്നയിച്ചത്. മഴ നേരത്തെ എത്തിയതിലൂടെ കോളടിച്ച് വൈദ്യുതി ബോർഡ്. നിലച്ചിരിക്കാതെ ലഭിച്ച മഴ ബോർഡിന് കോടികളുടെ സാമ്പത്തിക നേട്ടമാണ് ഉണ്ടാക്കിയത്. കടലും കായലുമില്ലാത്ത ഇടുക്കിയിലെ കൊടുംവനത്തിനുള്ളിൽ കൂറ്റനൊരു കപ്പൽ നങ്കൂരമിട്ടിരിക്കുന്ന കാഴ്ച ഏവരെയും അത്ഭുതപ്പെടുത്തുകയാണ്. കപ്പൽ കാണാനും അത് പശ്ചാത്തലമാക്കി ഫോട്ടോയും സെൽഫിയും ഒക്കെ എടുക്കുവാനുമായി കുളമാവിലേക്ക് വൻ സന്ദർശക പ്രവാഹമാണ്. വാർത്തകൾ വിശദമായി. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിഭാ സംഗമം കലയന്താനി സെന്റ് മേരീസ് ചർച്ച് പാരിഷ് ഹാളിൽ നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി കാവാലം അധ്യക്ഷത വഹിച്ചു. സിനിമാ താരം ചിപ്പി രഞ്ജിത്ത് പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് സമ്മാനദാനവും നടത്തി. വിവിധ ജനപ്രതിനിധികൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഭാ സംഗമം കലയന്താനി സെന്റ് മേരീസ് ചർച്ച് പാരിഷ് ഹാളിൽ വെച്ച് നടത്തി. ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗത്തിൽ നിന്നും 2023-24 വർഷം 10ാം ക്ലാസ്, +2 വിഭാഗത്തിൽ എല്ലാ വിഷയങ്ങളിലും A+ വാങ്ങിയ കുട്ടികളെയും 100% വിജയം നേടിയ സ്കൂളുകളെയും പ്രതിഭാ സംഗമത്തിൽ അനുമോദിച്ചു. പ്രതിഭാ സംഗമത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ സീരിയൽ താരം ചിപ്പി രഞ്ജിത്ത് നിർവഹിച്ചു. കുട്ടികൾ കാത്തിരിക്കുകയാണ് നമ്മുടെ ഒരു വിജയത്തിന്റെ അതൊരു സന്തോഷം. നമ്മുടെ വീട്ടിൽ കൊണ്ടൊരു അവാർഡ് വെക്കുമ്പോൾ അത് വലിയൊരു പ്രോത്സാഹനമാണ്. സാറ് പറഞ്ഞതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഒരു ചടങ്ങ് സംഘടിപ്പിക്കാനും അത് എല്ലാ വർഷവും കൊണ്ടുപോകാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് ഒരു അവാർഡ് കിട്ടുമ്പോൾ ഒരു കുട്ടിയുടെ മനസ്സിലുള്ള ഒരു സന്തോഷം. കാരണം എൻ്റെ മോൾക്കും ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ പോലെയൊക്കെ തന്നെ നന്നായിട്ട് പഠിക്കുമായിരുന്നു. അപ്പൊ അത് ഇപ്പോഴും നമ്മുടെ വീട്ടിൽ ആ ഒരു അവാർഡ് ഇരിക്കുമ്പോൾ അത് വളരെ ഒരു അഭിമാനം ഉള്ളൊരു മുഹൂർത്തമാണ് കാണുമ്പോൾ. ഒരുപാട് പേർക്ക് പ്രചോദനമാണ്. അപ്പൊ ഇനിയുള്ള ഇപ്പൊ നിങ്ങൾ 10th 12th അവാർഡ്സ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇനിയും നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ നിറയെ അവാർഡുകൾ വാങ്ങിക്കാൻ പറ്റട്ടെ, ഏറ്റവും നല്ല രീതിയിൽ വരട്ടെ, ഏറ്റവും ഐശ്വര്യമായിട്ട് വരട്ടെ എല്ലാവർക്കും ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. പ്രതിഭാ സംഗമ യോഗത്തിന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തോമസ് കാവാലം അധ്യക്ഷത വഹിക്കുകയും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിജി സുരേന്ദ്രൻ സ്വാഗതം ആശംസിക്കുകയും ചെയ്തു. ഇളംദേശം ബ്ലോക്കിന്റെ കീഴിലുള്ള വിവിധ സ്കൂളുകളിൽ നിന്നായി 333 വിദ്യാർത്ഥികളാണ് അനുമോദനം ഏറ്റുവാങ്ങിയത്.
CPHS GPS കൊടുക്കുക. സമാധാനമാണ് സെന്റ് ജോസഫ് ഹൈ സെക്കൻഡറി സ്കൂളിനാണ്. ആലക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി മാത്യു, വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദു ബിജു, കരമണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിസാമോൾ ഷാജി, വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു MA, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ MJ ജേക്കബ്, ഇന്ദു സുധാകരൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ നൈസി ഡെനിൽ, ആൻസി സോജൻ, സിബി ദാമോദരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മാത്യു കെ ജോൺ, അഡ്വക്കേറ്റ് ആൽബർട്ട് ജോസ്, രവി KK, KS ജോൺ, ഷൈനി സന്തോഷ്, ടെസിമോൾ മാത്യു, ഡാനിമോൾ വർഗീസ്, മിനി ആന്റണി, സെക്രട്ടറി അജയ് AJ, കലൈന്താനി സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റർ റെവറൻഡ് ഫാദർ ആന്റണി പുലിമലയിൽ, ആലക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് തോമസ് മാത്യു, TP മനോജ്, BRC കരമണ്ണൂർ, സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ടോമി ഫിലിപ്പ് എന്നിവർ യോഗത്തിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇളംദേശം. കോടിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ 2024-2025 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പ്രഭാത ഭക്ഷണ പദ്ധതിക്ക് നെടുമറ്റം ഗവൺമെന്റ് UP സ്കൂളിൽ തുടക്കമായി. പദ്ധതിയുടെ ഉദ്ഘാടനം കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേഷ് ബാബു നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഹലീമ നാസർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷേർലി ആന്റണി എന്നിവർ പങ്കെടുത്തു. ഹെഡ്മാസ്റ്റർ KS അബ്ദുൾ ഖാദർ സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് PK വഹീദ നന്ദിയും രേഖപ്പെടുത്തി. ജൂൺ 14 ലോക സന്നദ്ധ രക്തദാന ദിനത്തോടനുബന്ധിച്ച് ഫയർ ആൻഡ് റെസ്ക്യൂ സിവിൽ ഡിഫൻസും ചാഴികാട്ട് ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്കും സംയുക്തമായി രക്തദാന ക്യാമ്പ് നടത്തി. ഇടുക്കി ജില്ലാ ഫയർ ഓഫീസർ KR ഷിനോയ് ഉദ്ഘാടനം ചെയ്തു. നിരവധി വിശിഷ്ട വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുത്തു. ജൂൺ 14 ലോക സന്നദ്ധ രക്തദാന ദിനത്തിൽ സാമൂഹിക പ്രതിബദ്ധത നിറവേറ്റുന്നതിന്റെ ഭാഗമായി കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് തൊടുപുഴ യൂണിറ്റിന്റെ കീഴിൽ സിവിൽ ഡിഫൻസ് ആപ്തമിത്ര അംഗങ്ങളും ചാഴികാട്ട് ഹോസ്പിറ്റൽ ബ്ലഡ് സെന്ററും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇടുക്കി ജില്ലാ ഫയർ ഓഫീസർ ഷിനോയ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ തൊടുപുഴ ഫയർ സ്റ്റേഷനും ഫയർ സ്റ്റേഷനിലെ സിവിൽ ഡിഫൻസ് അംഗങ്ങളുമാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. അവർ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് മിക്കവരും റെഗുലറായിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഈ ദിവസത്തിൻ്റെ സന്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക്കിൽ അവയർനെസ് ഉണ്ടാക്കുക. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് ഒരു നല്ല കാര്യമാണ്. കാരണം രക്തദാനം മഹാദാനം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു അവയർനെസ് ഉണ്ടാക്കുക, എല്ലാവരും ഇതിനകത്ത് പങ്കെടുപ്പിക്കുക. അപ്പോൾ ജീവൻ രക്ഷാ പ്രവർത്തനമാണിത്. അപ്പോൾ അങ്ങനെ ഒരു അവയർനെസ് ഉണ്ടാക്കുക എന്നാണ് ഈ ദിനത്തിൻ്റെ ഉദ്ദേശം. തൊടുപുഴ സിവിൽ ഡിഫൻസ് അംഗവും ബ്ലഡ് ഡൊണേഴ്സ് മോട്ടിവേറ്ററുമായ MM അൻസാരി അധ്യക്ഷനായി. ഫയർഫോഴ്സ് ഓഫീസറും സിവിൽ ഡിഫൻസ് കോർഡിനേറ്ററും ആയ അജയ് കുമാർ സ്വാഗതം പറഞ്ഞു. ചാഴികാട്ട് ഹോസ്പിറ്റൽ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ ചാർജ് ഡോക്ടർ റീനു രക്തദാന സന്ദേശം നൽകി. കാരണം രക്തത്തിന് പകരം രക്തം ഒരിക്കലും നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നതല്ല. നമുക്ക് ബാക്കി ഏത് മരുന്നും ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കാം. രക്തം നമുക്ക് എപ്പോഴും ബ്ലഡ് ഡോണേഴ്സിൽ നിന്ന് തന്നെ കിട്ടുകയുള്ളൂ. അപ്പോൾ അത് നമുക്ക് രക്തദാതാക്കളിൽ നിന്ന് തന്നെയാണ് കിട്ടുകയുള്ളൂ. അപ്പോൾ അവർക്ക് പ്രത്യേകം നന്ദി. അത് തന്നെയാണ് ചാഴികാട്ട് ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റ് സൈഡിൽ നിന്നെല്ലാം നമുക്ക് പറയാനുള്ളത്. നിങ്ങളുടെ ഈ പുണ്യപ്രവൃത്തിക്ക് നമ്മൾ ചാഴികാട്ട് ഹോസ്പിറ്റലിൻ്റെ പേരിൽ ഞങ്ങളെല്ലാവരും നമ്മളുടെ ഇന്ന് ഫയർഫോഴ്സും അതുപോലെ തന്നെ തൊടുപുഴ ഫയർഫോഴ്സും സിവിൽ ഡിഫൻസും ഇവർ രണ്ടുപേരും സംയുക്തമായിട്ടാണ് ഇന്നിവിടെ ക്യാമ്പ് നടക്കുന്നത്. തൊടുപുഴ ഫയർ സ്റ്റേഷൻ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ജാഫർ ഖാന്റെ രക്തം എടുത്തുകൊണ്ട് ക്യാമ്പിന് തുടക്കം കുറിച്ചു. ചാഴികാട്ട് ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്ക് ഇൻചാർജ് സിബി, സിസ്റ്റർ റെജീന തുടങ്ങിയവർ നേതൃത്വം നൽകി. സിവിൽ ഡിഫൻസ് ആപ്തമിത്രയിലെയും നിരവധി അംഗങ്ങളും പൊതുജനങ്ങളും പങ്കെടുത്ത് രക്തം ദാനം ചെയ്തു. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ സുരക്ഷാ പരിശോധന വേഗത്തിൽ നടത്തണമെന്ന ആവശ്യം മുമ്പോട്ട് വെച്ച് കേരളം. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സന്ദർശനം നടത്തിയ ശേഷം ചേർന്ന മേൽനോട്ട സമിതി യോഗത്തിലാണ് കേരളം ഇക്കാര്യം ഉന്നയിച്ചത്. എന്നാൽ തമിഴ്നാട് ഇതിനെ എതിർത്തു. ബേബി ഡാം ബലപ്പെടുത്തിയ ശേഷമേ സുരക്ഷാ പരിശോധന നടത്താൻ കഴിയൂ എന്ന് യോഗത്തിൽ തമിഴ്നാട് വ്യക്തമാക്കി. 2011 മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ അവസാനമായി സുരക്ഷാ പരിശോധന നടത്തിയത്. 2018 കേരളത്തിന്റെ ആവശ്യത്തെ തുടർന്ന് വീണ്ടും സുരക്ഷാ പരിശോധന നടത്തണമെന്ന് സുപ്രീം കോടതി വിധിച്ചു. 6 വർഷത്തിനിപ്പുറം സുരക്ഷാ പരിശോധന നടത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് പരിശോധന ഉടൻ നടത്തണമെന്ന ആവശ്യം മേൽനോട്ട സമിതി യോഗത്തിൽ കേരളം മുന്നോട്ട് വെച്ചത്. തമിഴ്നാടിന്റെ നിസ്സഹകരണത്തെ തുടർന്നാണ് പരിശോധന നീണ്ടുപോകുന്ന സാഹചര്യമുണ്ടായത്. എന്നാൽ ഉടൻ പരിശോധന നടത്താൻ കഴിയില്ല എന്ന നിലപാടിലാണ് തമിഴ്നാട്.
അണക്കെട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന ഉപകരണങ്ങളുടെ ക്ഷമത, ഡാമിന്റെ ചലനം, വികാസം തുടങ്ങി മുഴുവൻ കാര്യങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. യോഗത്തിൽ ബേബി ഡാം ബലപ്പെടുത്താൻ മരങ്ങൾ മുറിക്കണമെന്ന ആവശ്യം തമിഴ്നാട് ആവർത്തിച്ചു. ഇക്കാര്യത്തിൽ വനം വകുപ്പാണ് തീരുമാനം എടുക്കേണ്ടതെന്ന് കേരളം അറിയിച്ചു. വള്ളക്കടവിൽ നിന്നും അണക്കെട്ടിലേക്കുള്ള റോഡ് ടാർ ചെയ്യണമെന്നും തമിഴ്നാട് ആവശ്യം സമിതി തള്ളി. റോഡ് സഞ്ചാരയോഗ്യമാണെന്നാണ് സമിതിയുടെ വിലയിരുത്തൽ. പരിശോധനയുടെ റിപ്പോർട്ട് സുപ്രീം കോടതിക്ക് സമർപ്പിക്കും. അണക്കെട്ടിലെത്തിയ മേൽനോട്ട സമിതി അംഗങ്ങൾ സ്പിൽവേയിലെ 3 ഷട്ടറുകളും ഉയർത്തി പരിശോധിച്ചു. കേന്ദ്ര ജല കമ്മീഷൻ ചീഫ് എഞ്ചിനീയർ രാകേഷ് കശ്യപ് അധ്യക്ഷനായ സമിതിയിൽ കേരളത്തിൽ നിന്നും ജലസേചന വകുപ്പ് സെക്രട്ടറി അശോക് കുമാർ സിംഗ്, ചീഫ് എഞ്ചിനീയർ ആർ പ്രിയേഷ് എന്നിവരും തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി സന്ദീപ് സക്സേന, കാവേരി സെൽ ചെയർമാൻ ആർ സുബ്രഹ്മണ്യൻ എന്നിവരുമാണ് ഡാമിൽ പരിശോധനകൾ നടത്തിയത്. കോതമംഗലം സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. മെറിറ്റ് ഡേ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ മരിയ മെറീന CMC അധ്യക്ഷത വഹിച്ചു. കോതമംഗലം DEO TV മധുസൂദനൻ മുഖ്യപ്രഭാഷണം നടത്തി. കോതമംഗലം സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. എറണാകുളം ജില്ലയിൽ തുടർച്ചയായി SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാലയമാണിത്. മികച്ച വിജയം നേടിയ കുട്ടികളെ അനുമോദിക്കുന്നതിനായി നടത്തിയ മെറിറ്റ് ഡേ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്തു. ഭരണരംഗത്തേക്ക് കൂടി സ്ത്രീ പങ്കാളിത്തം ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പൽ ഭരണസമിതികളിൽ ഉണ്ട്. ഇനി നിയമസഭകളിലേക്കും പാർലമെന്റിലേക്കും ഇന്ത്യയുടെ ഏറ്റവും പരമപ്രധാനമായ ഭരണനിർവഹണ കേന്ദ്രങ്ങളിലേക്കെല്ലാം വനിതകൾക്ക് കടന്നു വരാനുള്ള അവസരങ്ങൾ അത് യാഥാർത്ഥ്യമായി മാറി. അപ്പൊ ആകെ കൂടെ ഒരു കുറവ് സ്ത്രീകളെ ഉള്ളത് ഈ ഭരണരംഗത്ത് മാത്രമായിരുന്നു എന്നുള്ളതാണ് യഥാർത്ഥമായിട്ട്. ബാക്കി എല്ലായിടത്തും ഇപ്പോ ഏത് രംഗമെടുത്താലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് വനിതകളാണ്. സ്കൂൾ മാനേജർ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ മരിയ മെറീന CMC അധ്യക്ഷത വഹിച്ചു. കോതമംഗലം DEO മധുസൂദനൻ TV മുഖ്യപ്രഭാഷണം നടത്തി. കോതമംഗലം നഗരസഭാ ചെയർമാൻ KK ടോമി, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് ജോസ് വർഗീസ്, KV തോമസ്, സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ലിസ് മരിയ, HM സിസ്റ്റർ റിനി മരിയ, PTA പ്രസിഡന്റ് സോണി മാത്യു പാമ്പക്കൽ, അർച്ചന M നമ്പ്യാർ, ആൻ തെരേസ് ബിജു എന്നിവർ പ്രസംഗിച്ചു. കുമാരി അർച്ചന M നമ്പ്യാർ, കുമാരി അസ്ലിയ നസറിൻ, കുമാരി അതുല്യ N മണി, കുമാരി ഭാമ MS, ദിയ മനോജ്, ദിയ പോൾ, ഇമ സന്തോഷ്, ഫിദ ഫാത്തിമ TR, ഹാജിറ അഷറഫ്, ലിമ റോസ് പ്രിൻസ്, മെറിൻ ബസി, നിവേദിത അനീഷ്, റോസ്മരിയ റബി, സുകന്യ MP, പുണ്യ മനോജ്, തൽബിയ M. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. തൊടുപുഴ നഗരസഭ ആരോഗ്യ വിഭാഗവും തൊഴിൽ പൊതുജന ആരോഗ്യ വകുപ്പുകളുടെയും സംയുക്ത നേതൃത്വത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ പരിശോധന നടത്തി. അന്യസംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങൾ പകർച്ചവ്യാധികൾ വ്യാപകമാകുന്ന സാഹചര്യത്തിൽ തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജിന്റെ നിർദ്ദേശാനുസരണമായിരുന്നു പരിശോധന. വൃത്തിഹീനമായ ചുറ്റുപാടും വേണ്ട രീതിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്ത സ്ഥാപന ഉടമകൾക്കും താമസക്കാർക്കും ഉടനടി താമസ സ്ഥലവും അടിസ്ഥാന സൗകര്യവും ഒരുക്കുന്നതിനും നിർദ്ദേശങ്ങൾ നൽകി. തൊടുപുഴ നഗരസഭ ആരോഗ്യ വിഭാഗവും തൊഴിൽ പൊതുജന ആരോഗ്യ വകുപ്പുകളുടെ സംയുക്ത നേതൃത്വത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന കിഴക്കേയറ്റം, മങ്ങാട്ടുകവല, മാർക്കറ്റ് റോഡ്, വെങ്ങല്ലൂർ, ഇടുക്കി റോഡ് എന്നിവിടങ്ങളിലുള്ള ക്യാമ്പുകളിൽ പരിശോധന നടത്തി. ഇതര സംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ പകർച്ചവ്യാധികൾ വ്യാപകമാകുന്ന സാഹചര്യത്തിൽ തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജിന്റെ നിർദ്ദേശാനുസരണമായിരുന്നു പരിശോധന. വൃത്തിഹീനമായ ചുറ്റുപാടുള്ളതും വേണ്ട രീതിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തതുമായ സ്ഥാപന ഉടമകൾക്കും താമസക്കാർക്കും ഉടനടി താമസ സ്ഥലവും അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിനും നിർദ്ദേശങ്ങൾ നൽകി. ആഴ്ചതോറും സമാന പരിശോധന ഉണ്ടാകുമെന്നും വീഴ്ച വരുത്തുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ ഉണ്ടാകുമെന്നും മുനിസിപ്പൽ ചെയർമാൻ അറിയിച്ചു. തൊടുപുഴ നഗരസഭ പ്രദേശത്തും അതുപോലെ തന്നെ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് കണ്ടുവരുന്നത്. ഒരു മുറിക്കുള്ളിൽ 10, 15, 20 വരുന്ന തൊഴിലാളികളെ താമസിപ്പിക്കുന്ന
വൃത്തിഹീനമായ സാഹചര്യം, പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ എത്തിയതോടുകൂടി പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ പല മേഖലകളിലും വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് നഗരത്തിൻ്റെ പല കോണുകളിൽ കണ്ടുവരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊടുപുഴ നഗരസഭ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, ജില്ലാ ആശുപത്രി പബ്ലിക് ഹെൽത്ത്, അതുപോലെ തന്നെ ലേബർ വിഭാഗം, ലേബർ ഓഫീസിൽ നിന്നുള്ള ജീവനക്കാർ തുടങ്ങിയവരെ ഓർത്തിണക്കി ഇന്ന് സംയുക്തമായൊരു പരിശോധന നടത്തിയുണ്ടായി. പരിശോധനയുമായി ബന്ധപ്പെട്ട് നഗരത്തിൻ്റെ വിവിധ മേഖലകളിൽ അവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ചെന്നപ്പോൾ മൃഗങ്ങൾ താമസിക്കുന്ന അല്ലെങ്കിൽ മൃഗങ്ങൾ ജീവിക്കുന്നതിനേക്കാളും വളരെ മോശമായ രീതിയിലാണ്. ഇന്ന് ഈ പല പ്രദേശങ്ങളിലൂടെ പരിശോധന നടത്തി എല്ലാ ആഴ്ചകളിലും തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിലൂടെ പരിശോധന നടത്തുകയും അതുപോലെ വൃത്തിഹീനമായ സാഹചര്യം കണ്ടാൽ ബിൽഡിംഗ് ഉടമസ്ഥനെതിരെ അല്ലെങ്കിൽ ആരാണോ തൊഴിലാളികൾ അവിടെ പാർപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിനെതിരെ കർശനമായ നിയമ നടപടിയുമായി നഗരസഭ മുന്നോട്ട് പോകുമെന്ന് മുനിസിപ്പൽ ചെയർമാൻ എന്നുള്ള രീതിയിൽ അറിയിക്കുകയാണ്. നഗരസഭ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രജീഷ് കുമാർ, ജില്ലാ ആശുപത്രി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിജു, അസിസ്റ്റന്റ് ലേബർ ഓഫീസർ എബി സെബാസ്റ്റ്യൻ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കടലും കായലുമില്ലാത്ത ഇടുക്കിയിലെ കൊടുംവനത്തിനുള്ളിൽ കൂറ്റനൊരു കപ്പൽ നങ്കൂരമിട്ടിരിക്കുന്ന കാഴ്ച ഏവരെയും അത്ഭുതപ്പെടുത്തുകയാണ്. കപ്പൽ കാണാനും അത് പശ്ചാത്തലമാക്കി ഫോട്ടോയും സെൽഫിയും ഒക്കെ എടുക്കുവാനുമായി കുളമാവിലേക്ക് വൻ സന്ദർശക പ്രവാഹമാണ്. കേന്ദ്ര പ്രതിരോധ വകുപ്പിന്റെയും നാവികസേനയുടെയും രഹസ്യങ്ങൾ അടങ്ങുന്നതിനാൽ കപ്പലിലേക്ക് പുറമേ നിന്നുള്ളവർക്ക് പ്രവേശനമില്ലെന്ന് മാത്രം. കടലും കായലുമൊന്നുമില്ലാത്ത ഇടുക്കിക്കാർക്കും സ്വന്തമായി ഒരു കപ്പലുണ്ട്. തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയിലൂടെ യാത്ര ചെയ്താൽ ഇടുക്കി ഡാമിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ഈ കപ്പൽ കാണാം. നാവികസേനയുടെ പരീക്ഷണ കപ്പലാണ് ഇടുക്കിയിലേക്കുള്ള യാത്രയിൽ സഞ്ചാരികൾക്ക് കൗതുക കാഴ്ച ഒരുക്കുന്നത്. ഇന്ത്യൻ നാവികസേനയ്ക്കായി വികസിപ്പിച്ച അത്യാധുനിക സോണാർ സംവിധാനമുള്ളതാണ് ഈ കപ്പൽ. കൊടുംവനത്തിനുള്ളിലെ ജലാശയത്തിൽ നങ്കൂരമിട്ടിരിക്കുന്ന ഈ കപ്പലിന്റെ ദൃശ്യം വിദേശ സഞ്ചാരികളിൽ പോലും അത്ഭുതം സൃഷ്ടിച്ചു. We're from England. We're travelling to Kerala to visit the countryside here because it's very different to back home. We went to see a viewpoint and we came across this dam. We don't have many dams in England, so we thought we'd come and see it. It's very beautiful. Yeah, we're here for our friend's wedding, so we're going to an Indian wedding on the 15th of June. So we were buying our clothes yesterday as well, so that's going to be a good experience for us. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ പൂർത്തിയാക്കിയ പരീക്ഷണ കപ്പലിന്റെ ഭാഗങ്ങൾ കുളമാവിലെത്തിച്ച് സംയോജിപ്പിക്കുകയായിരുന്നു. 1.5 വർഷം മുമ്പ് തുടങ്ങിയ കപ്പൽ നിർമ്മാണം പൂർത്തിയായപ്പോൾ മുതൽ ഇത് കാണാനും കപ്പൽ പശ്ചാത്തലമാക്കി ഫോട്ടോയും സെൽഫിയും ഒക്കെ എടുക്കുവാനുമായി സഞ്ചാരികൾ ഇവിടേക്ക് ഒഴുകിയെത്തുകയാണ്. ഒരുപാട് വിദേശികളടക്കം പല ആൾക്കാരും പല നാട്ടുകാരും വന്ന് ഇത് കൗതുകത്തോടെ ഇവിടെ വന്ന് കണ്ട് വീക്ഷിച്ച് ഫോട്ടോ എടുത്ത് പോകാറുണ്ട്. പൂർത്തീകരിച്ചിട്ട് ഏതാനും 1-2 മാസമായുള്ളൂ. അപ്പോൾ ഇവിടെ നിരവധി ആൾക്കാർ ഇവിടെ വന്ന് കാണുകയും ഇഷ്ടംപോലെ കൗതുകത്തോടു കൂടി ഞങ്ങളാണേലും ഇവിടുന്ന് 2 കിലോമീറ്റർ ദൂരത്തോളമൊക്കെ ഓടി വന്ന് ഇത് കാണാൻ, ഇതിൻ്റെ സംവിധാനങ്ങളൊക്കെ കാണാൻ വേണ്ടി ഇവിടെ വന്ന് കണ്ടുകൊണ്ടിരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിവിശാലമായ ഇടുക്കി ഡാമിൽ ധാരാളം വെള്ളമുണ്ടെങ്കിലും സ്വന്തമായി ഒരു കപ്പലില്ലെന്ന ഇടുക്കിക്കാരുടെ പരിഭവത്തിനാണ് ഇപ്പോൾ പരിഹാരമായെന്നും വേണമെങ്കിൽ പറയാം. അതീവ സുരക്ഷാ വിന്യാസങ്ങളുള്ള കപ്പൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഇടുക്കി ജില്ലയിലെ തന്നെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു ഇടമായി മാറിയിരിക്കുകയാണ് കുളമാവ് ഡാമും പരിസരവും. ന്യൂസ് ഡെസ്ക് BBC. ബൈസൺവാലി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് ബൈസൺവാലി മണ്ഡലം കമ്മിറ്റി. കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ കൂട്ടധർണ സംഘടിപ്പിച്ചു. കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിന്റെ നിർത്തിവച്ചിരുന്ന ആംബുലൻസ് സർവീസ് പുനരാരംഭിക്കുക, ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകൾക്ക് ഭവന നിർമ്മാണത്തിന് തുക അനുവദിക്കുക, വിവിധ വാർഡുകളിൽ പൊതുസ്ഥലത്ത് കെട്ടിക്കിടക്കുന്ന മാലിന്യം നീക്കം ചെയ്യുന്നതിന് നടപടി സ്വീകരിക്കുക, പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയും അഴിമതിയും അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ബൈസൺവാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂട്ടധർണയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് ഓഫീസിലും പടിക്കലും പൊട്ടൻകാട് ടൗണിലുമായി നടന്ന പ്രതിഷേധ പരിപാടി അടിമാലി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. വഴിയിൽ കിടക്കുന്ന ഈ വണ്ടിയെ സംരക്ഷിക്കാൻ, ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പറയാൻ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് തയ്യാറാവട്ടെ. പിന്നെ ഇവന്മാർക്ക് എന്താ പണി? ഇവിടെ ഈ ഭരണസമിതിക്ക് എന്താ പണി? ഈ പാവപ്പെട്ട ബൈസൺവാലി പഞ്ചായത്തിലെ ജനങ്ങളുടെ സേവനമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ
അത് പറയാനുള്ള മനസ്സ് നിങ്ങൾക്ക് കാണിക്കാം. ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യത്തിനുണ്ടല്ലോ കേരളം ഭരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഈ പഞ്ചായത്തിൽ തന്നെ താമസിക്കുന്ന ആളാണോ എം എം മണി സഖാവ് അല്ലേ? അദ്ദേഹത്തിനെങ്കിലും ചോദിച്ചുകൂടെ? എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? അപ്പോ ഇതൊക്കെ മതി ഈ നാട്ടിലെ ജനങ്ങൾക്ക്. ഐക്യ ജനാധിപത്യമുള്ള ഏറ്റവും കൂടുതൽ അനുഭവമുള്ള ആളുകൾ താമസിക്കുന്ന ഒരു പഞ്ചായത്താണ് ബൈസൺവാലി പഞ്ചായത്ത് എന്നതിന്റെ കാരണത്താൽ മാത്രമാണ്. മണ്ഡലം പ്രസിഡന്റ് തോമസ് നിരവത്തുപറമ്പലിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ സിജു ജേക്കബ്, ഡാനി വേരംപ്ലാക്കൽ, വി ജെ ജോസഫ്, അലോഷി തിരുതാളിൽ, സന്തോഷ് ഭാസ്കരൻ, അഭിലാഷ് മാത്യു, ടി എം രതീഷ്, ഷാബു കൊറ്റച്ചിറക്കുന്നേൽ, ഷാൻഡി ബേബി, മഞ്ജു ജിൻസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ബൈസൺവാലി. കഞ്ഞിക്കുഴി സെന്റ് മേരീസ് സ്കൂൾ പടി ITA പടി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യം. കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള റോഡ് കാലങ്ങളായി തകർന്നു കിടക്കുകയാണ്. നിരവധി വിദ്യാർത്ഥികളാണ് പ്രതിദിനം ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്നത്. ചേലച്ചൂട് കഞ്ഞിക്കുഴി റോഡിന്റെ സമാന്തര പാതയായ ഗവൺമെന്റ് ITA പടി സെന്റ് മേരീസ് സ്കൂൾ പടി റോഡിൽ വാഹന കാൽനട യാത്ര ദുരിതമാവുകയാണ്. കാലങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് അറ്റകുറ്റപ്പണി നടത്തുവാൻ പോലും പഞ്ചായത്ത് തയ്യാറാകുന്നില്ലെന്നാണ് പൊതുജനങ്ങളുടെ പരാതി. റോഡിലെ വെള്ളക്കെട്ടും ഇളകിക്കിടക്കുന്ന മെറ്റലുകളും വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ തെറിച്ച് കാൽനട യാത്രികർക്ക് പരിക്ക് പറ്റുന്ന സംഭവങ്ങളും നിരവധിയാണ്. ഇത്തരത്തിൽ പരാതികൾ ഉയർന്നിട്ടും അധികൃതർ റോഡ് നന്നാക്കുന്നതിന് നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് ആരോപണം. കഞ്ഞിക്കുഴി സെൻറ്റ് മേരീസ് സ്കൂൾ പടിയിൽ നിന്നും ITA കോളേജിലേക്ക് പോകുന്ന റോഡ് വർഷങ്ങളായി തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. അവിടെ മൃഗാശുപത്രി, പോലീസ് സ്റ്റേഷന്, അതുപോലെ റേഷൻ കട, നിത്യേന 100 കണക്കിന് വിദ്യാർത്ഥികളും സ്കൂൾ ബസ്സുകളും ഇതിലെ പോകുന്നതാണ്. കാൽനട യാത്രക്കാർക്ക് പോലും നടക്കാൻ പറ്റാത്ത വിധത്തിൽ റോഡ് തകർന്ന് തരിപ്പണമായിട്ട് ഇതുവരെ അധികാരികൾ ശ്രദ്ധിക്കുകയോ ഇതൊന്ന് പണിയുന്നതിനോ ഉള്ള നടപടി സ്വീകരിച്ചിട്ടില്ല. അടിയന്തരമായി പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ, ജനപ്രതിനിധികൾ, MLA, ഇവിടുത്തെ മന്ത്രി കൂടിയായ റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇടപെട്ട് ഈ ഗവൺമെൻറ് ITA കോളേജിലേക്കുള്ള റോഡ് ഒന്ന് പൂർത്തീകരിച്ച് നൽകണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. ആലപ്പുഴ മധുര സംസ്ഥാന പാത കടന്നു പോകുന്ന 7 കമ്പിയിൽ നിന്നും ഗവൺമെൻറ് LP സ്കൂൾ, ഗവൺമെൻറ് ITA, കഞ്ഞിക്കുഴി പോലീസ് സ്റ്റേഷൻ, സെൻറ്റ് മേരീസ് സ്കൂൾ, മൃഗാശുപത്രി എന്നിവിടങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന റോഡ് കൂടിയാണിത്. ത്രിതല പഞ്ചായത്ത് അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മഴ നേരത്തെ എത്തിയതിലൂടെ കോളടിച്ച് വൈദ്യുതി ബോർഡ്. നിലച്ചിരിക്കാതെ ലഭിച്ച മഴ ബോർഡിന് കോടികളുടെ സാമ്പത്തിക നേട്ടമാണ് ഉണ്ടാക്കിയത്. വൻതോതിൽ ചുരുക്കേണ്ടിയിരുന്ന സമയത്ത് വൈദ്യുതി ഉൽപാദനം കുത്തനെ കൂട്ടാനായതും മഴയെ തുടർന്ന് വൈദ്യുതി ഉപയോഗത്തിൽ വലിയ കുറവുണ്ടായതുമാണ് വൈദ്യുതി ബോർഡിന് നേട്ടമായത്. വേനൽ ചൂട് കൂടി നിന്ന മെയ് 2ാം വാരം വരെ സംസ്ഥാനത്തെ ആഭ്യന്തര വൈദ്യുതി ഉപയോഗം പ്രതിദിനം 115 ദശലക്ഷം യൂണിറ്റ് വരെയായി ഉയർന്നിരുന്നു. ഡാമുകളിൽ സംഭരണശേഷി കുറഞ്ഞിരുന്നതിനാൽ ഈ സമയം ആഭ്യന്തര വൈദ്യുതി ഉൽപാദനം 10 ദശലക്ഷം യൂണിറ്റ് വരെയായി കുറയ്ക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് 95 ദശലക്ഷം യൂണിറ്റ് വരെ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങിയാണ് വിതരണം ക്രമീകരിച്ചിരുന്നത്. ഇത് വൈദ്യുതി ബോർഡിന് വലിയ സാമ്പത്തിക ബാധ്യത സൃഷ്ടിച്ചു. എന്നാൽ മെയ് 2ാം വാരം പിന്നിട്ടതോടെ സംസ്ഥാനത്ത് ശക്തമായ വേനൽമഴ തുടങ്ങുകയും സംഭരണികളിലേക്കുള്ള നീരൊഴുക്ക് കൂടുകയും ചെയ്തു. ഇതിനിടെ കാലവർഷം മെയ് അവസാനമെത്തുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ അറിയിപ്പ് കൂടി വന്നതോടെ വൈദ്യുതി ബോർഡ് പ്രതിദിന ആഭ്യന്തര വൈദ്യുതി ഉൽപാദനം ഉയർത്തി. 20-25 ദശലക്ഷം യൂണിറ്റ് വരെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. അതേസമയം തന്നെ മഴ ശക്തമായി. ചൂട് കുറഞ്ഞതോടെ സംസ്ഥാനത്തെ പ്രതിദിന വൈദ്യുതി ഉപയോഗം 71 ദശലക്ഷം യൂണിറ്റ് വരെയായി കുറഞ്ഞു. പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നതും കുറച്ചു. ഇത് വൈദ്യുതി ബോർഡിന് വലിയ സാമ്പത്തിക നേട്ടമായി. പദ്ധതി പ്രദേശങ്ങളിൽ മഴ അത്ര ശക്തമല്ലെങ്കിലും തുടർച്ചയായി ലഭിക്കുന്നതിനാൽ നീരൊഴുക്കിൽ കാര്യമായ വർധനയുണ്ട്. സംഭരണികളിലെല്ലാം കൂടി 27% വെള്ളമേ ഉള്ളുവെങ്കിലും നീരൊഴുക്ക് ശക്തമായതിനാൽ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാകും. വലിയ സംഭരണിയായ ഇടുക്കിയിൽ നീരൊഴുക്ക് ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. NCC 18K ബറ്റാലിയൻ നേതൃത്വം നൽകുന്ന കമ്പൈൻഡ് ആനുവൽ ട്രെയിനിംഗ് ക്യാമ്പിന് തൊടുപുഴ ന്യൂമാൻ കോളേജിൽ തുടക്കമായി. കമാൻഡിംഗ് ഓഫീസർ കേണൽ പ്രശാന്ത് നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോളേജ് മാനേജർ മോൺസിഞ്ഞോർ ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ അനിരുദ്ധ് സിംഗ്, ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി K. അലക്സ്, കോളേജ് NCC ഓഫീസർ ക്യാപ്റ്റൻ പ്രജീഷ് C. മാത്യു, കോളേജ് ബർസർ ഫാദർ എബ്രഹാം നിരവത്തിനാൽ, സുബേദാർ മേജർ സുഖ്ജിത് സിംഗ് എന്നിവർ പ്രസംഗിച്ചു. NCC 18K ബറ്റാലിയൻ നേതൃത്വം നൽകുന്ന കമ്പൈൻഡ് ആനുവൽ ട്രെയിനിംഗ് ക്യാമ്പിന് തൊടുപുഴ ന്യൂമാൻ കോളേജിൽ തുടക്കമായി. ലോകത്തിലെ ഏറ്റവും വലിയ യൂണിഫോം യുവജന സംഘടനയായ NCC കേഡറ്റുകളുടെ സമഗ്രമായ വികസനത്തിനായി ആവിഷ്കരിക്കുന്ന വിവിധ കർമ്മ പരിപാടികളിൽ പ്രമുഖമാണ് വിവിധ ക്യാമ്പുകൾ. തുടർച്ചയായ 2ാം വർഷമാണ് ദേശീയ തലത്തിൽ ശ്രദ്ധ ആകർഷിക്കുന്ന തൽ സൈനിക് ക്യാമ്പിന് ന്യൂമാൻ കോളേജ് വേദിയാകുന്നത്.
കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റിൽ ഏറ്റവും മികച്ച സ്ഥാപനത്തിനുള്ള അവാർഡ് 2 തവണ കരസ്ഥമാക്കിയ ന്യൂമാൻ കോളേജിൽ മിലിറ്ററി പരിശീലന മേഖലയിലും സാമൂഹിക പ്രവർത്തനത്തിലും മൂല്യവത്തായ പ്രവർത്തനങ്ങൾ കൊണ്ട് NCC ജനശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. 18 കേരള ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ പ്രശാന്ത് നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോളേജ് മാനേജർ റവറന്റ് മോൺസിഞ്ഞോർ ഡോക്ടർ പയസ് മലൈക്കണ്ടത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു. And for being here and experience a bit of what UN is, I will അഭിനന്ദിക്കുകയാണ്. എല്ലാ സൗകര്യവും ഉപയോഗപ്പെടുത്തി മികച്ച ക്യാമ്പർമാരായിട്ട് മാറട്ടെ എന്ന്, മികച്ച ആർമി ഓഫീസേഴ്സിന്റെ ഭാവി വരാനായിട്ട് ഈ ചുമട്ടുകൂടി കാരണമാകട്ടെ എന്ന്, അതിനാട്ടത്തിൽ നിർമ്മിതി പങ്കുവഹിക്കുന്ന വലിയവരായിട്ട് പോകാൻ ഈ ന്യൂമാൻ കോളേജിന്റെ ഏതെങ്കിലും സ്റ്റെപ്പുകളും ചവിട്ടുകൂടി കാരണമാകുന്നെങ്കിൽ ഞാൻ കൃതാർത്ഥനാണ്. ആ നന്ദിയോടെ ആ സന്തോഷത്തോടുകൂടി നിങ്ങളെ ക്യാമ്പിൽ ഒരിക്കലും സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാ നന്മകളും ഈ ക്യാമ്പിൽ ആശംസിച്ചുകൊണ്ട് പ്രശാന്ത് സാറിന് ഏറ്റവും നന്ദിപൂർവ്വം ഹൃദയപൂർവ്വം ഊഷ്മളയോടുകൂടി നന്ദി അറിയിച്ചുകൊണ്ട് അനിൽ സാറിന് നന്ദി അറിയിച്ചുകൊണ്ട് ഈ യോഗം ഈ ക്യാമ്പയിൻ ആനുവൽ ട്രെയിനിങ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടാക്കിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ അനിരുദ്ധ് സിംഗ്, ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി കെ അലക്സ്, കോളേജ് NCC ഓഫീസർ ക്യാപ്റ്റൻ പ്രജീഷ് സി മാത്യു, കോളേജ് ബെർസാർ ഫാദർ എബ്രഹാം നിരവത്തിനാൽ, സുബേദാർ മേജർ സുഖജിത് സിംഗ് എന്നിവർ പ്രസംഗിച്ചു. 350ഓളം കേഡറ്റുകൾ പങ്കെടുക്കുന്ന ക്യാമ്പിൽ ഒബ്സ്റ്റക്കിൾ ട്രെയിനിങ്, ഫയറിംഗ്, മാപ്പ് റീഡിംഗ്, ടെന്റ് പിച്ചിംഗ്, JDFS, ഹെൽത്ത് ആൻഡ് ഹൈജീൻ തുടങ്ങി വിവിധ തരം മിലിറ്ററി, ഒപ്പം സ്റ്റഡി ക്ലാസുകൾ, കൾച്ചറൽ പ്രോഗ്രാമുകൾ എന്നിങ്ങനെ നിരവധി കർമ്മ പരിപാടികളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. വിവിധ കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നുമായി തിരഞ്ഞെടുക്കപ്പെട്ട 350 കേഡറ്റുകൾ പങ്കെടുക്കുന്ന ക്യാമ്പിന് NCC ഓഫീസർമാരായ ലഫ്റ്റനന്റ് റോജി ജെ കുന്നത്ത്, ജോമൻ സി ചെറിയാൻ, അനു MR, ഗേൾ കേഡറ്റ് ഇൻസ്ട്രക്ടർ അങ്കിത ശ്രീകുമാർ, ഹവിൽദാർമാരായ ഷിനോജ് B, ബൈജു PV, പ്രവീൺ P, സീനിയർ അണ്ടർ ഓഫീസർ ആദർശ് S, അണ്ടർ ഓഫീസർമാരായ സാരംഗ് ഷാജി എന്നിവർ നേതൃത്വം നൽകുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിഭാ സംഗമം കലയന്താനി സെന്റ് മേരീസ് ചർച്ച് പാരിഷ് ഹാളിൽ നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി കാവാലം അധ്യക്ഷത വഹിച്ചു. സിനിമാ താരം ചിപ്പി രഞ്ജിത്ത് പ്രതിഭാ സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സമ്മാനദാനവും നടത്തി. തൊടുപുഴ IMA ബ്ലഡ് ബാങ്കും ഫയർ ആൻഡ് റെസ്ക്യൂ സിവിൽ ഡിഫൻസും ചാഴികാട്ട് ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്കും സംയുക്തമായി ലോക രക്തദാന ദിനാചരണം നടത്തി. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ സുരക്ഷാ പരിശോധന വേഗത്തിൽ നടത്തണമെന്ന ആവശ്യം മുമ്പോട്ട് വെച്ച് കേരളം. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സന്ദർശനം നടത്തിയ ശേഷം ചേർന്ന മേൽനോട്ട സമിതി യോഗത്തിലാണ് കേരളം ഇക്കാര്യം ഉന്നയിച്ചത്. മഴ നേരത്തെ എത്തിയതിലൂടെ കോളടിച്ച് വൈദ്യുതി ബോർഡ്. നനച്ചിരിക്കാതെ ലഭിച്ച മഴ ബോർഡിന് കോടികളുടെ സാമ്പത്തിക നേട്ടമാണ് ഉണ്ടാക്കിയത്. കടലും കായലുമില്ലാത്ത ഇടുക്കിയിലെ കൊടുംവനത്തിനുള്ളിൽ കൂറ്റനൊരു കപ്പൽ നങ്കൂരമിട്ടിരിക്കുന്ന കാഴ്ച ഏവരെയും അത്ഭുതപ്പെടുത്തുകയാണ്. കപ്പൽ കാണാനും അത് പശ്ചാത്തലമാക്കി ഫോട്ടോയും സെൽഫിയും ഒക്കെ എടുക്കുവാനുമായി കുളമാവിലേക്ക് വൻ സന്ദർശക പ്രവാഹമാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.